ബിജി അബൂബക്കർ അശാസ്ത്രീയമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. നമ്മൾ അവരുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൺ സംഭാഷണത്തിൽ ഒരുപാട് മൊഴിമുത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അത് നമുക്കിതിനകത്ത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളുടെ ഫോൺ കോൾ റെക്കോർഡ് അയാളുടെ അനുവാദമില്ലാതെ പബ്ലിഷ് ആക്കുമ്പോഴുള്ള ചെറിയ ചില പ്രശ്നങ്ങൾ, അതുകൊണ്ട് അത് നമ്മൾ കേൾപ്പിക്കുന്നില്ല. അതിൽ വേറെ പ്രശ്നമൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ബിജി ചേച്ചി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ശ്രീനിവാസനും സിദ്ദിഖും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിട്ടുള്ള കിന്നരിപ്പുഴയോരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. ശ്രീനിവാസനും ജഗദീഷ് ശ്രീകുമാരും ഒക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവർ നാട്ടുവൈദ്യന്മാരായിട്ട് വേഷം കെട്ടിയിട്ട് പുറത്തുള്ളൊരു അലോപ്പതി ഡോക്ടറിനെ പോയി കണ്ടിട്ട് പല രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വാങ്ങിക്കും. എന്നിട്ട് ആ മരുന്നുകളെല്ലാം ഇടിച്ച് ചതച്ച് കുറച്ച് ഇലയും കൂടി ചേർത്ത് ചതച്ചിട്ട് ജലൂസിനാദി വടകം, ക്രോസിൻ കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് കൊടുക്കും. നാട്ടുകാരത് വളരെ സന്തോഷത്തോടെ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി വാങ്ങിച്ചു കഴിക്കും. ഏതാണ്ട് ആ അവസ്ഥയിൽ നിന്ന് ആ സിനിമ ഇറങ്ങി വർഷങ്ങൾക്ക് ഇപ്പുറം വരുമ്പോഴും നമുക്ക് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. നമ്മൾ മലയാളികൾ പൊതുവേ ഈ നൊസ്റ്റാൾജിയുടെ രോഗമുള്ള ആളുകളാണ്. നൊസ്റ്റാൾജിയൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രോഗമാണത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിലാണ് ശരിക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഡയറക്റ്റ് വേണം അത് കൺസീവ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താര് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാട്ടോ സത്യാട്ടോ എന്നങ്ങ് വിശ്വസിക്കും. ഇപ്പോൾ തന്നെ മലയാളികൾ ലോകത്തെവിടെ ചെന്നാലും ഏത് വിദേശ രാജ്യത്ത് വലിച്ച് ചോറ് കിട്ടോ ഉച്ചയാകുമ്പോൾ എന്ന് അന്വേഷിച്ചിറങ്ങുന്ന മലയാളികളാണ് കൂടുതലും. അതൊരു ബേസിക് ലെവലിലെ പരിപാടിയാണ്. പക്ഷേ ചോറിൽ ഒതുങ്ങുന്നില്ല ഈ ആഗ്രഹങ്ങൾ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് പറ്റില്ല, കൾച്ചർ പറ്റില്ല, വിദേശത്ത് നിന്ന് വരുന്ന ഒന്നും പറ്റില്ല. നമ്മുടെ പറമ്പിലുള്ള പച്ചപ്പുല്ലും വേരും തേങ്ങാക്കറിയും ഒക്കെയാണ് ഔഷധം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വെറും വയറ്റിൽ രാവിലെ എണീറ്റ് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുടവേറ് കുറയും എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള നാരങ്ങ വെള്ളം മുഴുവൻ എടുത്ത് കുടിച്ച് അവസാനം സ്റ്റൊമക്ക് കംപ്ലൈൻ്റ് ആയി വീണ്ടും ഡോക്ടറെ അടുത്ത് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന മലയാളികൾ ഇഷ്ടം പോലെയുണ്ട്. പഞ്ചസാര വിഷമാണ്, അതുകൊണ്ട് ശർക്കര ഇട്ടിട്ട് ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ശർക്കര ഇട്ട് ചായ കുടിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. നിങ്ങൾ പഞ്ചസാര കട്ട് ചെയ്ത് ശർക്കര കഴിച്ചു എന്ന് വെച്ച് നിങ്ങളുടെ ഷുഗർ കുറയാൻ പോകുന്നില്ല. പക്ഷേ ഇത് ശർക്കര കുറച്ചും കൂടി പ്രകൃതിദത്തമാണല്ലോ എന്ന് പറയുന്നൊരു ഡയലോഗ് കേൾക്കുമ്പോഴാണ് നമ്മൾ വീഴുന്നത്. ഇംഗ്ലീഷ് മരുന്ന് വിഷമാണ്, കുറച്ച് ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് കഴിക്കുക, എന്നിട്ട് ചളിയുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ കാലിൽ ചളിയൊക്കെ ആക്കി നടന്നു പോവുക, പറ്റുകയാണെങ്കിൽ കുറച്ച് അരിയൊക്കെ ഒലക്ക വെച്ച് ഇടിച്ച് ചതയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു രോഗവും വരില്ലാന്നേ. നമ്മൾ അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് വല്ല രോഗം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വായി മുളിച്ചിരുന്ന് ശരിയല്ലേ എന്ന് ചിന്തിക്കും. അന്ന് മനുഷ്യൻ മരിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ ഒരു ആവറേജ് മനുഷ്യൻ്റെ മനസ്സായുസിൻ്റെ പകുതി ആകുമ്പോഴാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അവിടെയാണ് ഈ പ്രകൃതി ചികിത്സകർ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പുറത്തുനിന്നുള്ള ഒന്നും കഴിക്കരുത്, ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം കഴിക്കും, അപ്പോൾ നിങ്ങളുടെ എല്ലാ രോഗവും മാറും എന്ന് പറയുന്ന ആളുകൾ ഇടിച്ചു കയറുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെർമിനൽ ഇൽനെസ് നിങ്ങൾക്ക് വന്നു, നിങ്ങൾക്ക് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിനെ അവിശ്വസിച്ചിട്ട് ഏതെങ്കിലും ഒരു ഈ പ്രകൃതിയിൽ ഇന്ന സാധനമൊക്കെ ഉണ്ട്, ഇത് കഴിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറും എന്ന് പറയുന്ന വൈദ്യരുടെ അടുത്തേക്ക് ആളുകൾ പോകും. പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ എല്ലാം വിധിയാണ്, എല്ലാം ദൈവത്തിൻ്റെയാണ്. ഇനിയിപ്പോൾ ആത്മാവ്, ശരീരമേ പോയിട്ടുള്ളൂ, ആത്മാവുണ്ട്, ആത്മാവിന് തിന്നാൻ കൊടുക്കാനുള്ള പരിപാടി പുള്ളി പറഞ്ഞുതരും. ഇനി അഥവാ കുറച്ച് സമയം നീട്ടി കിട്ടുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്, നോക്കൂ ഞാൻ പ്രകൃതിയിലേക്ക് മടങ്ങി വന്നപ്പോൾ എൻ്റെ ആയുസ് നീട്ടി കിട്ടി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു എൻഡോഴ്സ്മെൻറ്റ് നടക്കും. എന്നാൽ ഇത് പറഞ്ഞു തരുന്നവർക്ക് ബേസിക് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആരും ഇവിടെ ചെക്ക് ചെയ്യില്ല. ആ സ്പേസിലേക്ക് ഇടിച്ചു കയറി വന്നിട്ടുള്ള ഇപ്പോൾ ഒരുപാട് അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും ആ വ്യക്തിയെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി അവർ പറയുന്ന എല്ലാ വെളിവുകേടും കേട്ടിട്ട് വായും പൊളിച്ചിരുന്ന് വാവ് ചേച്ചി എന്ന് പറയുന്ന ഒരു അവതാരകയെയും കുറിച്ചാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. നമുക്ക് സംസാരിക്കാനുള്ള അശാസ്ത്രീയത പരത്തിക്കൊണ്ടിരിക്കുന്ന എന്ന അതേസമയം സംസാരിക്കുന്ന എല്ലാവരോടും അവരുടെ ചേച്ചിയായും അമ്മയായും ഒക്കെ മാറുന്ന ബിജി അബൂബക്കറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ആൻഡ് അവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ആണോ എന്ന് ചോദിച്ച് അത്ഭുതം കൂറി നിൽക്കുന്ന ആങ്കർ രമ്യ നിഖിലിനെ കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആദ്യം നമുക്ക് രമ്യയെക്കുറിച്ച് പറയാൻ വളരെ സിമ്പിളാണ്. ഒരു കാര്യത്തിനെക്കുറിച്ചും യാതൊരു ആധികാരികതയും കൊടുക്കാതെ, ഒരു ആധികാരിക പ്രൂഫും ഇല്ലാതെ ആരെങ്കിലും വന്നിരുന്ന് പറയുന്നതിനെ മുഴുവൻ അങ്ങനെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന, മുന്നിൽ വന്നിരിക്കുന്ന ആളെക്കുറിച്ചൊന്ന് പഠിച്ച് അവർ പ്രചരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. കാരണം അവരുടെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ വായും വിളിച്ചിരുന്ന് അത് അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അംഗീകരിച്ച് കൊടുത്ത് അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് വൈറലാകുമ്പോൾ എത്ര ആളുകളുടെ ജീവിതത്തിനെയാണ് അത് ബാധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊന്നും കുറവില്ല, പക്ഷേ എഫേർട്ട് ഇടില്ല. ഇവരെന്താണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഇവരെന്തൊക്കെയാണ് പറയാൻ സാധ്യതയുള്ളത്, ഇവർക്ക് ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇനി ഇവരിങ്ങനെ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആളുകളെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു എന്നൊക്കെ റിസർച്ച് ചെയ്തിട്ട് വേണമായിരുന്നു ഇവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ.
പക്ഷേ അങ്ങനെ ഒരു റിസർച്ചും നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. കേരളത്തിൽ അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ട്. ആര് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിന്നാലും അയ്യോ സാറേ, ആണോ സാറേ, മറ്റേ വിജയ് മറ്റേ തെരി സിനിമയിൽ പറയുന്നത് പോലെ എൻ്റെ പേര് ജോസഫ് കുരുവിള എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നത് മുഴുവൻ വിഴുങ്ങുന്ന കുറേ ആങ്കേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു കിരീടം വെക്കാത്ത രാജ്ഞി എന്ന് നമുക്ക് വേണമെങ്കിൽ രമ്യ നിഖിലിന് പറയാവുന്നതാണ്. അവർ മുഴുവൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ രമ്യ നിഖിൽ ഒരു റിസർച്ചും ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി പെട്ടെന്നാണ് ഇന്ന ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികം ഇപ്പം എന്നോട് വിളിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഗസ്റ്റ് വരും ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനലിലേക്ക് നമ്മൾ വിളിച്ചു. ലൈഫ് നെറ്റ് TV എന്നാണ് ചാനലിൻ്റെ പേര്. അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ആ ചാനലിലേക്ക് വിളിച്ച് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ആങ്കറിന് സ്പേസ് കൊടുക്കാറില്ലേ, അല്ലെങ്കിൽ അവർക്ക് റിസർച്ച് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ ലൈഫ് നെറ്റ് TVയിലെ അനിൽ തോമസ് സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമയം കിട്ടാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഉത്തരവാദിത്വം ഇല്ലാതെ, സ്വന്തം പ്രൊഫഷനോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ, ഇത് കൺസ്യൂം ചെയ്യുന്ന ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഇത്ര വൃത്തികെട്ട ആങ്കറിങ് എന്ന് പറയുന്നത് കഷ്ടമാണ്. പക്ഷേ ഇവരൊന്നും പറഞ്ഞ് നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇതിനു മുമ്പ് എത്ര പേര് വിമർശിച്ചു. ഒരു മനുഷ്യൻ നന്നാവാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, ഇനിയും ഇതിങ്ങനെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് വിമർശനവും തുടരുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗം. ആൻഡ് ലൈഫ് നെറ്റ് TVയെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അതുവഴി ഏതെങ്കിലും തരത്തിൽ പണം വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷനാക്കി മാറ്റി ഒരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചുള്ള ഒരു ചാനലിൽ ഒരു വെളിവുകേട് ആരെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ കട്ട് ചെയ്ത് റീലടിച്ച് പല വഴിക്ക് പോകും. അങ്ങനെ പോയി ഒരു സാമൂഹ്യദ്രോഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ സാമൂഹ്യദ്രോഹത്തിന് സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് ലൈഫ് നെറ്റ് TV ചെയ്ത ഒരു വലിയ മോശം കാര്യമാണ്. ഇതിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബിജി അബൂബക്കറിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ആ ഇൻ്റർവ്യൂ അവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 2ാം തവണയാണ് ഇൻ്റർവ്യൂവിന് വരുന്നത്. അതായത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വന്നു, ആ വീഡിയോ ഒക്കെ ഭയങ്കര ഹിറ്റായി കഴിഞ്ഞു. ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുകയാണ്. ആ വീണ്ടും വന്നിരിക്കുന്ന വരവിൽ അവർ പറയുന്നത് ആദ്യം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരുപാട് കോളുകൾ, ഒരുപാട് ക്ലയൻസ് ഒക്കെ വന്നു, അതുകൊണ്ട് ഞാനിതൊരു പ്രൊഫഷനാക്കി മാറ്റിയെന്ന് പറഞ്ഞാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് പറയാൻ സാധ്യതയുള്ളതെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാം. ഈ ചാനലിൻ്റെ പിന്നിൽ ആരും ഇല്ലേ ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് പഠിക്കാനായിട്ട്? ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലൈഫ് നെറ്റ് TVയുടെ ചാനലിൻ്റെ നമ്പർ എടുത്ത് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കോൾ എടുത്ത ഉടനെ ആദ്യം പറയുന്നത്, അതായത് ഈ ആളെക്കുറിച്ചാണ്, ബിജി അബൂബക്കറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോഴേ അവർ പറയുന്നത് കോൺടാക്ട് നമ്പർ ഞാൻ തരാം, സേവ് ചെയ്തോളൂ, വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി എന്നാണ്. അതായത് ആ ചാനലിലേക്ക് ഈ പേര് പറഞ്ഞ് വിളിക്കുന്നവരെല്ലാം അവരുടെ നമ്പർ എടുത്തിട്ട് അവരുടെ ക്ലൈൻ്റ് ആവാൻ വേണ്ടി, അതായത് ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അവരുടെ ക്ലൈൻ്റ് ആവാൻ തയ്യാറെടുത്തിട്ട് വിളിക്കുകയാണ്. ഇതേ കാര്യം രമ്യയും കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഫോൺ വിളിയായിരുന്നു എന്നുള്ളത്. ഇത് ബിജി അബൂബക്കറും പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഞാനൊരു മിസ് കോൾ വന്ന ആളുകളുടെ ലിസ്റ്റ് എഴുതിയെടുത്തപ്പോൾ തന്നെ 10ഉം 15ഉം പേജ് നിറച്ച് ആളുകളുടെ കോൺടാക്ട് നമ്പർ കിട്ടിയെന്നാണ്. അതായത് ഈ ചാനലാണ് അവരെ ഈ അവസ്ഥയിലേക്ക് വളർത്തി വലുതാക്കുന്നത്. ബിജി അബൂബക്കർ പറയുന്നത് 2007 മുതൽ ഞാൻ എനിക്ക് പരിചയമുള്ള ആളുകൾക്കൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞ് കുറേ പേരെന്നെ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊഫഷനാക്കാതെ വഴിയില്ലെന്നായി. ഇത്രയും നാൾ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ തുച്ഛമായ പൈസയ്ക്ക് വളരെ കുറച്ച് ക്ലയൻസുമായിട്ട് നടന്നിരുന്ന ഒരാൾക്ക് ഈ ചാനൽ ഇത്രയും വലിയ റീച്ച് കൊടുത്ത് ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ നിർബന്ധിതമായി പോയി പ്രൊഫഷൻ ആവാൻ. ചാനലിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീഴ്ച ബേസിക് റിസർച്ച് നടക്കുന്നില്ല, പ്രോപ്പർ എഡിറ്റ് നടക്കുന്നില്ല. ഇവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇത് മുഴുവൻ നിങ്ങൾ ചാനലിൽ കൊടുക്കുകയാണോ? ചാനലിനോട് ഇത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഡിസ്ക്ലെയിമർ വെച്ചിട്ടുണ്ടെന്നാണ്. ഈ വീഡിയോയുടെ മൂലയ്ക്ക് ആരും കാണാത്ത ഏതോ ഒരു സൈഡിൽ ഇവർ പറയുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറയുന്നത് അവർക്കൊരു സ്റ്റേജ് കൊടുത്തതിന് ശേഷം വെക്കേണ്ട ഡിസ്ക്ലെയിമർ അല്ല. അങ്ങനെ ഒരാൾ ബോധവും കഥയില്ലാതെ എന്ത് വന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊടുക്കും, ഡിസ്ക്ലെയിമർ വെച്ചാൽ മതി എന്നാണെങ്കിൽ നമുക്ക് എന്ത് ബാധ്യതയാണ് ഈ സബ്സ്ക്രൈബേഴ്സിനോടുള്ളത്, ജനങ്ങളോടുള്ളത്, ഈ നാടിനോടുള്ളത്? ഇതെല്ലാം കഴിഞ്ഞ് ഈ അശാസ്ത്രീയത മുഴുവൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വീണ്ടും അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് ലൈഫ് നെറ്റ് TV ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേട്. ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിജി ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ രമ്യ റിസർച്ച് ചെയ്യാനൊന്നും സമയം കിട്ടാത്ത ഭയങ്കര തിരക്കുള്ള ആളാണ്. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു ഇത്ര ആധികാരികമായി പറയാൻ ഇവർ ഡോക്ടർ അല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അതായത് ഇവർക്കറിയാം മുന്നിലിരിക്കുന്ന ആൾ ഡോക്ടറല്ല, പഠിച്ചിട്ടില്ല, ഒരു മെഡിക്കൽ ബുക്കും റെഫർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചോ അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ശാസ്ത്രീയമായി ഇവർക്കൊരു തേങ്ങയും അറിയില്ല. അങ്ങനെയുള്ള ആളാണ് മുന്നിലിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെയാണ് സൊല്യൂഷൻ പറഞ്ഞത്? സൊല്യൂഷൻ അല്ല
അവർക്ക് വായി തോന്നിയത് അവർ പറയുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായാലും എങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബിജി അബൂബക്കർ കൊടുക്കുന്ന മറുപടി, അനുഭവമാണ് ഗുരു. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എല്ലാവർക്കും ഓരോരോ ഉപദേശങ്ങൾ കൊടുക്കുന്നതെന്നാണ്. പണ്ട് മുതലേ ഇന്ത്യക്കാർ കുറേ വൃത്തികെട്ട പഴഞ്ചൊല്ലുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിൽ കിടക്കുന്ന ഒരു സാധനമാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്നുള്ളത്. ഒരു മനുഷ്യൻ കൂടിപ്പോയ ഒരു 65 വയസ്സ് വരെയൊക്കെയാണ് ജീവിക്കുക. പിന്നെയും അതിൽ കൂടുതൽ ആയുസ് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് എല്ലാ പാഠങ്ങളും പഠിച്ച് തെളിഞ്ഞ് നമുക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുക? അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ആൾക്കാർ അവരുടെ അറിവുകൾ ചിലപ്പോൾ പറഞ്ഞു തരും. ചിലർ എഴുതി വെക്കും പുസ്തകങ്ങളായിട്ട്, ചിലർ ഇപ്പോൾ വ്ളോഗും പോഡ്കാസ്റ്റും ഒക്കെ ആയിട്ട് വരും. ക്യാൻസർ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, എൻ്റെ അനുഭവമാണ് എൻ്റെ ഗുരു, അതുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്ന അനുഭവം കിട്ടിയിട്ട് വേണം എനിക്കത് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക, അല്ലെങ്കിൽ ആ രോഗത്തിലേക്ക് നടന്നു കയറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുക എന്ന് പറയുന്നത് സ്റ്റുപ്പിഡിറ്റിയാണ്. അവിടെ എന്താ ചെയ്യുക? ഡോക്ടർമാർ ക്യാൻസർ വന്നു പോയിട്ടുള്ള സർവൈവേഴ്സ് ആയിട്ടുള്ളവരും അല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, അവരുടെ ശാരീരിക ഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മരുന്നിനോടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് റിസർച്ച് നടത്തും. മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് ഇവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അത് പ്രസിദ്ധീകരിക്കും. അത് മനസ്സിലാക്കി മറ്റു ഡോക്ടേഴ്സ്, ഇതിനെയൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ അറിയാവുന്ന ആളുകൾ ചികിത്സ നടത്തുന്നു. അപ്പോഴാണ് ബിജി ചേച്ചി എന്ന് പറയുന്നത്, അനുഭവമാണ് എൻ്റെ ഗുരു. ചേച്ചി ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സിക്കും. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെയും ചികിത്സിച്ചു എന്ന് വരും. ഒബേസിറ്റി, അവരുടെ ക്വസ്റ്റിനെയർ ശ്രുതിയാണ് പുള്ളിക്കാരിയെ വിളിച്ചത്. കോൺടാക്ട് ചെയ്ത ഉടനെ തന്നെ ഒരു ക്വസ്റ്റിനെയറാണ് പുള്ളിക്കാരി അയച്ചു തന്നത്. വാട്ട് ഈസ് യുവർ മെയിൻ ഹെൽത്ത് ഇഷ്യൂ? അതിലൊരു ചോദ്യമാണ്. ഇൻഫെർട്ടിലിറ്റി ആണോ, PCOS ആണോ, ഡയബറ്റീസ് ആണോ, ഒബേസിറ്റി ആണോ, സോറിയാസിസ് ആണോ, തൈറോയിഡ് ആണോ, TB ആണോ, അതോ അതർ? ഇനി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ മരുന്നാണ് കഴിക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ടെസ്റ്റുകൾ നടത്തിയതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. ഇതൊക്കെ അനലൈസ് ചെയ്യാൻ അനുഭവം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം വേണം. ചേച്ചി ചിലപ്പോൾ അവരുടെ അനുഭവം വെച്ചിട്ട് റിസൾട്ട് എല്ലാം കിട്ടുമ്പോൾ ആൾക്കാർ അയച്ചു കൊടുക്കുന്നതൊക്കെ നേരെ ജെമിനിക്കോ ChatGPTക്കോ ഒക്കെ കൊടുത്തിട്ട് ഇതെന്താണ് പരിപാടി എന്നൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടായിരിക്കും ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പനിയും ജലദോഷവും വന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന കണ്ടീഷൻസ് ഉള്ള ആളുകളെയൊക്കെ പുള്ളിക്കാരി നോക്കി കാണുന്നുണ്ടാവുക. ഏത് രീതിയിലാണെങ്കിലും അത് അശാസ്ത്രീയമാണ്, അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഓരോ കണ്ടീഷനിലൂടെയും കടന്നു പോകുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് റിസർച്ചിലൂടെ, മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി അത് ആ രീതിയിൽ ഫോളോ ചെയ്യാണ് വേണ്ടത്. അവിടെയാണ് ഞാൻ ഡോക്ടറല്ല, ഞാനൊരു മെൻറ്ററാണ്. ഈ മെൻറ്ററിന് എന്തിനാണ് ഈ പറഞ്ഞ സാധനങ്ങളും ഇതിൻ്റെ റിസൾട്ടും ഒക്കെ ആവശ്യമാവുന്നത്? സോ അവരവിടെ ഒരു പാരലൽ ഡോക്ടർ കളിക്കുകയാണ്. പക്ഷേ എനിക്ക് ക്വാളിഫിക്കേഷൻ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ നീ കംപ്ലീറ്റ് കാര്യങ്ങളും പറയാം, സയൻറ്റിഫിക്കലി കാര്യങ്ങൾ അറിയാവുന്നവർ എന്നെ ചോദ്യം ചെയ്യും. ഇവിടെ പുള്ളിക്കാരി എന്താ പറഞ്ഞത്? ഞാൻ ഡോക്ടറൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ ഞാൻ പറയണേ. അങ്ങോട്ട് വിശ്വസിക്കും മക്കളെ. പുള്ളിക്കാരി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. 2007 മുതൽ ഞാനിങ്ങനെ ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ലൈഫ് നെറ്റ് TV വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മുഴുവൻ ചേച്ചീനെ വിളിക്കാൻ തുടങ്ങി. ചേച്ചി, ഞാൻ എന്നെ എങ്ങനെ രക്ഷിക്കും, എൻ്റെ അസുഖങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടും, എൻ്റെ ശരീരം എങ്ങനെ ഞാൻ നന്നാക്കി എടുക്കും, അങ്ങനെ എല്ലാ ആൾക്കാരുടെയും വിളി വന്ന് ചേച്ചിക്ക് ഇരിക്കപ്പുറത്തില്ലാതെ ചേച്ചി ഇതൊരു പ്രൊഫഷൻ ആക്കേണ്ടി വന്നു. അങ്ങനെ ചേച്ചി പൈസ വാങ്ങിക്കും, കാരണം വേറെ വഴിയില്ലല്ലോ. ആ ഇൻ്റർവ്യൂവിൽ ചേച്ചി പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചിയുടെ ക്ലയൻസിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പിന്നെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അങ്ങനെ കുറേ ആൾക്കാർ, അതായത് ഹെൽത്ത് സെക്ടറിലുള്ള ആളുകളൊക്കെ ചേച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഇത് മറ്റേ അലോപ്പതിക് മെഡിസിനെ, അവർക്ക് അവരുടെ ചികിത്സാ രീതികളും ഡയറ്റും പരിപാടി ഒന്നിലും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവസാന അഭയമായിട്ട് ബിജി അബൂബക്കറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അവരെന്താണ് പറയുന്നത്? ഇവർ നേരത്തെ പറഞ്ഞു ഞാൻ ഡോക്ടറല്ല, ഇവർ മുൻകൂറായിട്ട് എടുക്കുന്ന ചില ജാമ്യങ്ങളുണ്ട്. നമ്മളും കോൺടാക്ട് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഞാനൊരു ഡോക്ടറല്ല. പക്ഷേ അത് പറയുന്ന ഒരാൾ, എൻ്റെ ക്ലയൻസിൽ വലിയ വിഭാഗം ആളുകളും ഹെൽത്ത് സെക്ടറിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവരവിടെ എന്താ പറഞ്ഞു വെക്കുന്നത്? എൻ്റെ പരിപാടി സക്സസ് ആണ്, പക്ഷേ മെഡിസിൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലെ അത്ഭുതം, ഈ ഇൻ്റർവ്യൂവിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് മാജിക്കൽ പവേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഈ സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് അവർ വിളിച്ച് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, MBBS കഴിഞ്ഞ ഡോക്ടർമാർ, നഴ്സിംഗ് കഴിഞ്ഞിറങ്ങിയ നമ്മുടെ നഴ്സുമാർ, ആശുപത്രിയിലെ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊന്നും അറിയില്ല എങ്ങനെ ഡയറ്റ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, MBBS കഴിഞ്ഞ് FRCS മറ്റേ MD ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഡോക്ടർമാർക്ക് ഡയറ്റ് എടുക്കാൻ അറിയില്ല. അവർ നേരെ ചെല്ലുക, എൻ്റെ ബിജേച്ചി എനിക്കൊരു ഡയറ്റ് പറഞ്ഞു തരുമോ, എൻ്റെ ശരീരം ഒന്ന് നന്നാക്കിയിട്ട് വേണം എനിക്ക് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് ചേച്ചിയുടെ അടുത്ത് പോകുന്നതാണെന്ന് ചേച്ചി പറയുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് രമ്യ ചേച്ചിയുടെ അന്ധാളിപ്പിൽ നിന്ന് വരുന്ന അടുത്ത ചോദ്യം വരുന്നത്. ഡോക്ടർ പോലും അല്ലാത്ത, ഇതിനെക്കുറിച്ച് അഗാധമായി പഠിക്കാൻ പോലും അല്ലെങ്കിൽ പഠിക്കുക പോലും ചെയ്യാത്ത ചേച്ചിക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? അതായത്
എനിക്കൊരു കാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ അത് ചെയ്യുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കുകയും കണ്ടുമൊക്കെ ചെയ്ത് ചിലപ്പം എനിക്ക് എല്ലാവരെയും പോലെ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി എനിക്ക് ധാരണയുണ്ടല്ലോ. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത, ഒരു വിവരമില്ലാത്ത ആളുകൾക്ക് എന്തും ചെയ്യാം. വിവരക്കേടിനെ ഇവർ കോൺഫിഡൻസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കറിയോ ചേച്ചിയുടെ ക്ലയൻസ് ഒക്കെ എവിടെ നിന്നുള്ളവരാണ്? കാനഡ, US, മിഡിൽ ഈസ്റ്റ്, ഇവരാണ് കൂടുതലും കസ്റ്റമേഴ്സ്. അതിൻ്റെ കൂടെ അടുത്ത ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതൽ അവിടെ നിന്നായതുകൊണ്ടാവാം. അതായത് ഈ ലൈഫ് നെറ്റ് TV-യിൽ ഇവർ വന്ന് പറയുന്ന ഈ വിവരക്കേടുകളും അത് മുഴുവൻ കേട്ട് അന്താളിച്ച് വായും പൊളിച്ചിരിക്കുന്ന രമ്യ ചേച്ചിയും ഇവരൊക്കെ കാരണം ഈ വീഡിയോയിൽ നിന്ന് വരുന്ന ആ ഒരു കൺവേർഷനാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ സെയിൽസ്. ആദ്യത്തെ ഇൻ്റർവ്യൂ ചിലപ്പം ഇവരറിയാതെ എടുത്തതായിരിക്കും, പക്ഷേ രണ്ടാമത്തെ ഇൻ്റർവ്യൂ അത് ചേച്ചി അങ്ങോട്ട് ചോദിച്ചിട്ട് വന്നതാണ്. അതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ ആണ് എന്നാരെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ ചോദ്യം ചെയ്യില്ല. US-ൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിലും അവിടുത്തെ ഒക്കെ ഹെൽത്ത് സെക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ചു വന്നിട്ട് വേഗം ഇച്ചിരി മരുന്നായോ എന്ന് പറഞ്ഞാൽ അവർ തരൂല. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അവിടെ ഈ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഹെൽപ്പ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് വന്നാലും ചേച്ചി, എന്തിനും ഏതിനും ചേച്ചി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ബിജി അബൂബക്കർ മാറുകയാണ്. മാത്രമല്ല ബിജി അബൂബക്കറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് അവർ തന്നെ പറയുന്നത്, ഈ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ രോഗിക്ക് മരുന്നും കൊടുത്ത് വേഗം പറഞ്ഞുവിടും. ഇവരുടെ ഇമോഷണൽ സൈഡൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് സമയമില്ലല്ലോ. പക്ഷേ ഞാനങ്ങനെയല്ല. ഞാനവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യും. അവരവരുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാനൊരു അമ്മയെ പോലെ, ഒരു ചേച്ചിയെ പോലെ മുഴുവൻ കേൾക്കും. എന്നിട്ട് അവർ സങ്കടം പറയുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് കരയും. അങ്ങനെ അവർക്ക് ഞാനൊരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഞാൻ ഭയങ്കര അടിപൊളിയാണ് എന്ന് ചേച്ചി പറയുന്നുണ്ട്. പക്ഷേ അതിന് കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് അടുത്ത ഡയലോഗ് ചേച്ചി തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാരുടെ സങ്കടമൊക്കെ കേട്ട് ചേച്ചിക്ക് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം അങ്ങനെ സങ്കടം പറച്ചിൽ കേട്ട് കൂടെ ഇരിക്കുന്ന പരിപാടി ചേച്ചി കുറച്ചു. ചേച്ചി അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയുടെ അടുത്ത് ഈ ചാനൽ കാണുന്ന കുറേ ആൾക്കാർ മരുന്ന് തരുമോ ചേച്ചി, ഡയറ്റ് തരുമോ ചേച്ചി എന്ന് ചോദിച്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നല്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറെ സംബന്ധിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ലോഡ് കണക്കിന് പേഷ്യൻസിനെ കാണാനുണ്ടാവും. അവരുടെ കണ്ടീഷൻ എന്താണെന്ന് തന്നെ കൊണ്ടാവുന്നത് പോലെ ചോദിച്ച് മനസ്സിലാക്കി മറ്റ് പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നിഗമനത്തിലെത്തിയിട്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കണം എന്ന് പറയാൻ ഒരു ഡോക്ടർക്ക് തുച്ഛമായ സമയമേ കിട്ടുന്നുള്ളൂ. ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി പറ കുട്ടിയുടെ വിഷമം എന്താ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചിരിക്കാൻ ഒരു തിരക്കുള്ള ഡോക്ടർക്ക് പറ്റിയെന്ന് വരില്ല. മാത്രമല്ല അങ്ങനെ കേട്ടിരുന്നാൽ അത് അവരുടെ മാനസികാവസ്ഥയും ബാധിക്കും. ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരുടെയും സങ്കടം കേട്ടിട്ട് കൂടെ ഇരുന്ന് കരയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കരഞ്ഞാൽ മതിയല്ലോ, കേട്ടിരുന്നാൽ മതിയല്ലോ എന്ന്. അങ്ങനെയല്ല, അത് നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവൻ എന്നെ വിളിച്ചാണെങ്കിലും സങ്കടം പറയാൻ വിളിക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങളൊരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. അവർക്കേ നിങ്ങൾ പറയുന്ന പ്രശ്നത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കൂടെ ഇരുന്ന് മോങ്ങുന്ന ഇമാതിരി ചേച്ചിമാരും അമ്മ കളിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരാശ്വാസം കിട്ടും, അതും വളരെ കുറച്ച് സമയത്തേക്ക്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇതിൻ്റെ കൂടെ ഇമോഷണലി ഇരുന്ന് മോങ്ങുന്ന ചേച്ചി പറയുന്ന അടുത്ത ഡയലോഗ് എന്താ അറിയോ, ഞാൻ ആരുടെയും ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല, ഞാൻ അവരുടെ ഫോട്ടോ പോലും, ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവർ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കും, അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ ഇരുന്ന് കരയും. നിങ്ങൾ ആരുടെ എന്ത് കാര്യത്തിന് കരയണമെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? നിങ്ങൾ ആരെയാണ് ചികിത്സിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ചികിത്സ എന്നല്ല, പുള്ളിക്കാരി പറയുമ്പോൾ അതിന് പറയുന്നത് ഞാനൊരു മെൻറ്ററാണെന്നാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ഒബെസിറ്റി ഉണ്ട് ചേച്ചി, എനിക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പം മരുന്ന് കഴിക്കാതെ മാറാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ ചേച്ചി പറയണം മോനെ നീ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരാളെ കാണണ്ടേ, അയാളുടെ ശാരീരികാവസ്ഥ എന്താണെന്ന് അനലൈസ് ചെയ്യണ്ടേ? അല്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടോട്ടെ, ബാക്കിയുള്ളൊരു നാണക്കേട് കാരണം ഇത് പുറത്ത് പറയില്ല എന്ന് വിചാരിച്ച് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്നത് വൃത്തികേടല്ലേ? എനിക്ക് ക്ലയൻറ്റിൻ്റെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. പിന്നെ അവർ ആർക്ക് എന്താണ് കൊടുക്കുന്നത്? ചേച്ചി ഈസ് ലൈക്ക് ഒരൊറ്റ തള്ള. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ അവരെ അന്വേഷിച്ച് വരുന്നതിന് കാരണമായിട്ടുള്ള കാര്യം ഇൻഫെർട്ടിലിറ്റി. കുഞ്ഞുങ്ങളുണ്ടാവാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള അവരുടെ സമൂലമായിട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ചേച്ചി അന്വേഷിച്ച് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലിപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വരുന്നുണ്ട്, പുതിയ ക്ലിനിക്കുകൾ ഉണ്ടാവുന്നുണ്ട്. സോ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതാണ് ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസിലേക്കാണ് ചേച്ചിയും ഇവിടെ ഇടിച്ചു കയറുന്നത്. പക്ഷേ ചേച്ചി നമ്മളോട് പറയുന്നത് എന്താണ്,
ഞാൻ ഈ ഫുഡിൻ്റെ കാര്യത്തിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ലൈഫ് സ്റ്റൈലിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും, അതുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. ഈ ഡയറ്റ് മാറ്റിയാൽ ഉണ്ടാകുന്നൊരു സാധനമല്ല കുഞ്ഞുങ്ങൾ. നമ്മുടെ ശാരീരിക ഘടന അനുസരിച്ചും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും നമ്മുടെ ഇൻസൈറ്റ്, നമ്മുടെ ബ്ലഡ്, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് എലമെൻസിനെ അപേക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അയാളുടെ ക്ലയൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ചേച്ചി പറയുന്നത്, എനിക്കിത് കേൾക്കുമ്പോഴേ, മറ്റേ നളൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെഫ് ഉണ്ട്, പുള്ളിയുടെ അടുത്ത് എന്ത് കാര്യം ചോദിച്ചാലും പുള്ളി ആദ്യം കുറച്ച് കറിവേപ്പില വാരിയിടും, പിന്നെ കുറച്ച് തേങ്ങാപ്പീര വാരിയിടും, എന്നിട്ട് അതിനെ പരിശുദ്ധമാണ് എന്ന് പറയും. ആ ഡയലോഗ് തന്നെയാണ് ചേച്ചിയും ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ് അത് സംഭവിക്കാതിരിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ട് അത് സാധിക്കാതിരിക്കുക എന്ന് പറയുന്നത്. സോഷ്യൽ പ്രഷർ വലിയൊരു വില്ലനാണ്. നാട്ടുകാർ മുഴുവൻ ഒരു കാര്യമില്ലാതെ ഇതിൻ്റെ അകത്ത് കയറി ഇടപെടും. അതുകൂടാതെ ആഗ്രഹിച്ചിട്ട് നമുക്ക് നടക്കുന്നില്ല. അപ്പം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനാണ് അതിന് കാരണം. അത് പലതരം കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ ഓരോന്നും കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർമാർ നമുക്ക് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരികയാണ്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളാണ്. ആ സമയത്ത് ആരെങ്കിലും വന്നത് ഇങ്ങനെ ചെയ്താൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. ആൽമരത്തിൽ ഊഞ്ഞാല് കെട്ടുന്നതും അമ്പലത്തിൽ പോയി കിടന്ന് ഉരുളുന്നതും വെളുപ്പിന് 3 മണിക്ക് കുളിച്ചു തൊഴുതാൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് വിശ്വസിച്ചിരിക്കുന്നതും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൽ ഉടനീളമുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ ഇത്രയും ബഡ്ജറ്റ് സ്വന്തമാക്കുന്നതിൻ്റെ വലിയൊരു കാരണം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള എളുപ്പവഴി ഇതാണെന്ന് പറയുന്നതാണ്. കാരണം ആ സമയത്ത് ഞാനിവരാരെയും കുറ്റം പറയില്ല. അവരുടെ മനസ്സ് അങ്ങനെ വേദനിച്ച്, അങ്ങനെ ആഗ്രഹിച്ചിട്ട് അവരൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇത് ചെയ്താൽ നടക്കുമെന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർ ചെയ്തു എന്ന് വരും. അങ്ങനെ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ചേച്ചി ഈ വലവീശി പിടിക്കുന്നത്. എന്നിട്ട് ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചിയുടെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ച കഴിഞ്ഞാൽ റിസൾട്ട് വരുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത്രേ. ഇനി അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ, ചറപറാന്ന് പിള്ളേരുണ്ടാവും എൻ്റെ ക്ലയൻസിൽ എന്ന് ചേച്ചി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഇവർ ഈ ഫുഡിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആഹാര രീതി എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ മൊത്തം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിലല്ല. നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരുപാട് ഓയിലി ആയിട്ടുള്ള, ഫ്രൈഡ് ആയിട്ടുള്ള, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പാക്കറ്റിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ അകത്തേക്ക് എടുക്കുന്ന കാലറിക്ക് അനുസരിച്ച് നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഏത് ജോലി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇരുന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ വലിയൊരു സമയം, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഒരുപക്ഷെ 1/3 അതിൽ കൂടുതലോ നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെഡൻറ്ററി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. പുറമേക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതിൻ്റെ കൂടെ വരുന്ന വേറെയും പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതിൽ ചിലതും അതല്ലാതെയുള്ള ഒരുപാട് ഘടകങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതടക്കം വേറെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ടാവും. കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ആഹാരം കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ, അപ്പോഴും ഞാൻ ഒരു പരിധി വരെ എന്ന് പറയുന്നുള്ളൂ, ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കാര്യങ്ങൾ മുഴുവൻ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും മരുന്ന് തരുമ്പോൾ പേഷ്യൻസിനോട് പറയാറുണ്ട് 3 ദിവസമെങ്കിലും മിനിമം നല്ലോണം വർക്കൗട്ട് ചെയ്യണം, പിന്നെ നടക്കാൻ പോകണം, അതുപോലെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രേ ഡോക്ടർമാർ പറയുള്ളൂ. പക്ഷേ അവർ ഈ കാര്യം പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഒരുത്തരും ഇത് ചെയ്യൂല. ഡോക്ടറിനെ ഇന്ന് മരുന്നും വാങ്ങിച്ച് മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആ റിസൾട്ട് വൈകി തുടങ്ങുമ്പോൾ, അവിടെയാണ് ഇവരെല്ലാം കൂടി ഇടിച്ചു കയറി വരുന്നത്. ഇവർ നമ്മുടെ ഇന്ന് അത്യാവശ്യം നല്ലൊരു തുക തന്നെ വാങ്ങിക്കും. ആ തുക വാങ്ങിച്ചിട്ട് അവർ നമുക്കൊരു ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. നിങ്ങൾ എക്സാക്ട്ലി ഇന്ന സാധനമാണ് കഴിക്കേണ്ടത്. അത് കഴിച്ച് ഇവർ ഈ പറയുന്ന പോലെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹെൽത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അതായത് അതുവരെ ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിച്ചിട്ട്, ഡോക്ടർ ബാക്കി കാര്യം പറഞ്ഞൊന്നും ഇവിടെ ആരും കേട്ടിട്ടില്ല, മരുന്ന് കഴിച്ചിട്ട് മാറ്റം വരാത്തൊരു കാര്യത്തിൽ ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര വിശ്വാസം തോന്നും. അതിൻ്റെ കൂടെ അവർ പറയുന്ന ബാക്കി വിവരക്കേടുകളെ കൂടി എടുക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അതിനൊരു പബ്ലിസിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ബിജി ചേച്ചിയുടെ അടുത്ത് വരുന്ന ആൾക്കാരോട് ബിജി ചേച്ചി ചോദിക്കും അത്രേ, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റനെയർ നോക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. അടിപൊളി ബുദ്ധിപരമായ നീക്കമാണത്. എന്തായാലും അങ്ങനെ എന്താണ് കാര്യമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലാന്ന്. അതായത് ഡോക്ടർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഡോക്ടർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബിജെച്ച് ആയിന്ന് എന്താ മനസ്സിലാക്കിയത്? ഡോക്ടറിന് ഒന്നും അറിയില്ല, നിങ്ങൾക്കും ഒന്നും അറിയില്ല. പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ട്. അതാരാണ്? നിങ്ങളുടെ ശരീരം. ശരീരത്തിന് അറിയാവുന്ന ആ വഴി
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ്. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ ക്ലയൻസിൽ കൂടുതലും ഹെൽത്ത് സെക്ടറിൽ നിന്നുള്ള ആളുകളാണ്, മെഡിക്കലി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, അവസാനം വേറെ രക്ഷയൊന്നുമില്ലാതെ എൻ്റെ അടുത്ത് വരുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ആളുകളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റുന്ന കാര്യത്തിൽ ബി ചേച്ചി ഒരു മുടക്കവും വരുത്താറില്ല. പ്രകൃതിയിലേക്ക് പോയി ഏത് ലെവൽ വരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺസ്ക്രീൻ പോലും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ക്ലയൻസിനോട് ഞാൻ പറയാറുണ്ട് ലിപ്സ്റ്റിക്ക് പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ബ്ലോക്ക് ചെയ്താണ് ചേച്ചി ഈ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രമ്യ ചേച്ചി അപ്പുറത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് രമ്യേ ഇതൊന്നും ഉപയോഗിക്കരുത്, ഹെൽത്തിന് മോശമാണ് എന്ന് എന്താണ് ബി ചേച്ചി പറയാത്തത്? ബി ചേച്ചി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന രമ്യ ചേച്ചി എന്താണ് ഇതൊന്നും സ്വീകരിക്കാത്തത്? അവർക്കറിയാം ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. പക്ഷേ അഭിനയം അത് രമ്യ ചേച്ചി പൊളിയാണ്. പിന്നെ ബി ചേച്ചിക്ക് ആധുനികമായിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളും ഒന്നും ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് ഈ പ്രോട്ടീനൊക്കെ എനിക്ക് തന്നെ ചില സമയത്ത് കഴിക്കാൻ തോന്നില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അതിൻ്റെ കൂടെ മുട്ടയൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അതായത് ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ ശോഷിച്ച് തുടങ്ങുമ്പോൾ അവർ പറയും വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം മസിൽ ടിഷ്യൂസ് ബിൽഡ് ചെയ്യാൻ എന്തായാലും പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ ഭക്ഷണശീലത്തിലില്ല. രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിക്കുമ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ വയറ്റിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഡോക്ടർമാർ പറയും നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി വെക്കുക. അതാവുമ്പോൾ ഒരു 8 ഗ്രാം അടുത്ത് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ശരീരത്തേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ് മുട്ടയാണ് സാധാരണ വളരെ ഈസി ആയിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈവൻ ജിമ്മിൽ പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മുട്ട കഴിക്കണം എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷേ ബി ചേച്ചി മുട്ട കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട, ഞാൻ കുറച്ച് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള മുളപ്പിച്ച പയറൊക്കെ കൊടുത്തു കളയും ഞാൻ എന്നാണ് ചേച്ചി പറയുന്നത്. ഈ വീഗൻ ഡയറ്റിലുള്ളൊരു പ്രശ്നം, നമുക്ക് പച്ചക്കറികളൊക്കെ കഴിച്ചിട്ടും പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനൊക്കെ കൺസ്യൂം ചെയ്യാം. പക്ഷേ അത് ചെയ്യുന്നത് വഴി അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വിറ്റമിൻ B12 ആണ്. ഞാനിതൊരു ഡോക്ടറോട് ചോദിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ കടുത്ത വീഗനിസം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു എലീറ്റ് പരിപാടിയാണ്. ഞങ്ങൾ പച്ചക്കറി മാത്രമേ കൂട്ടാറുള്ളൂ എന്ന് പറയുന്നത് ഇച്ചിരി ആഢ്യത്വമൊക്കെ ഉള്ള എന്തോ പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കഴിക്കുന്ന ആളുകൾ പിന്നീട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിറ്റമിൻ B12 മാത്രം അവർ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് അതേ ആവശ്യമുള്ളൂ, പക്ഷേ വിറ്റമിൻ B12 മാത്രം നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണം. ഇത് കൊള്ളാം, മര്യാദക്ക് മറ്റേ സാധനം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടും. പക്ഷേ ചേച്ചി അടക്കമുള്ള ആളുകൾക്ക് അത് പറ്റൂല. കോഴി അൺനാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല മുട്ട എന്ന് പറയുന്നത്, അത് നമുക്ക് കഴിക്കാം. ഈ പ്രകൃതിയോട് അടുത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ സദാചാര ചിന്തകളൊക്കെ വരും. കോഴി ഏതാണ്ട് അവിഹിതത്തിലൂടെ ഉണ്ടാക്കിയ മുട്ടയാണെന്ന് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, കോഴി പാവാണ്. ഇനി ചേച്ചി അടക്കമുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഈ ഡോക്ടർമാർ നമുക്ക് മരുന്ന് തരും, വേറെ സജഷൻസ് ഒന്നും പറയില്ല. പിന്നെ അവരവിടെ ഇരുന്നിട്ട് നിങ്ങൾ പണിയാൻ പോണ വീടിൻ്റെ കന്നിമൂലയിൽ കക്കൂസ് വേണ്ട എന്നുള്ള സജഷൻ പറയാൻ വേണ്ടിയിരിക്കുകയാണല്ലോ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കി ഇതിൽ നിന്ന് കരകയറാനുള്ള മരുന്ന് നിങ്ങൾക്ക് തരും. ബാക്കി നമ്മുടെ ഹെൽത്ത് കൃത്യമായി നോക്കി പരിപാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം ഡോക്ടർമാർ ഒരു തേങ്ങയും സജസ്റ്റ് ചെയ്യാറില്ലെന്നല്ല. നമുക്ക് തരുന്ന മരുന്ന് എന്താണ്, നമ്മുടെ നിലവിലെ അവസ്ഥ എന്താണ്, മുൻപത്തെ അവസ്ഥ എന്തായിരുന്നു, പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ഈ കണ്ടീഷനിലേക്ക് വന്നു, എങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊടുക്കുക, അങ്ങനെ ആവശ്യമുള്ള സജഷൻസ് ഒക്കെ അവർ പറയുന്നുണ്ട്. അല്ലാതെ ഡോക്ടറെ എന്ത് സജഷൻ പറയാനാണ്? ഡോക്ടർമാർ നേരെ മെഡിസിൻ തരും, അത് ഷോർട്ട് കട്ടാണല്ലോ. ഷോർട്ട് കട്ട് മാത്രമേ ഇപ്പോൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ വരുന്ന സൈഡ് എഫക്ട്സ് ആരും പറയില്ല എന്ന് പറഞ്ഞ് ഈ സൈഡ് എഫക്റ്റ് പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറയുന്ന ആ ട്രിക്ക് തന്നെയാണ് ചേച്ചിയും പുറത്തെടുക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ആർക്കും അസുഖമുണ്ട് എന്ന് കേൾക്കാൻ ഇഷ്ടമല്ല, അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറയാൻ ഇഷ്ടമല്ല. നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ കുറച്ച് ചമ്മന്തി കൂടുതൽ കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ അടിപൊളി, എനിക്കൊരു പ്രശ്നമല്ലല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ അടുത്താണ് ചേച്ചി പറയുന്നത് ഈ മരുന്ന് കഴിക്കുന്ന അവർ ചുമ്മാ എളുപ്പപ്പണിയായിട്ട് പറയുന്നതാണ്, നമുക്ക് വേറെ അടിപൊളി മാർഗ്ഗങ്ങളുണ്ട്, നിങ്ങൾ ഭക്ഷണം മാറ്റി പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആർക്കായാലും തോന്നും എന്നാൽ പിന്നെ ആ ട്രാക്ക് പിടിക്കാം. ഒരാഴ്ച കൊണ്ട് 5 കിലോ വെയിറ്റ് കുറഞ്ഞ ആൾ വരെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലുണ്ടെന്ന് ചേച്ചി പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരാഴ്ച വയറിളകാനുള്ള ഗുളികയാണ് കൊടുത്ത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാണ്. ആ ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറഞ്ഞിട്ട് പിന്നെ അവർ ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആയെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇൻഫെർട്ടിലിറ്റി ആണല്ലോ ചേച്ചിയുടെ മെയിൻ ഐറ്റം. IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരെൻ്റെ അടുത്ത് വരും. ചേച്ചി മറ്റേ വായിലക്കുന്നിലപ്പൻ എന്ന് പറയുന്ന പോലെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ IVF-ന്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ക്യാൻസർ ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട് എന്നും ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് തട്ടുന്നുണ്ടായിരുന്നു. IVF ചെയ്താലും ഒന്നൊക്കെ ക്യാൻസർ വരും, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. പ്രൊലോങ്ഡ് ബ്ലീഡിംഗിന് മരുന്ന് കഴിച്ചാൽ നേരത്തെ മെനോപോസ് ആവും. അബോർഷൻ ആവാതിരിക്കാൻ മരുന്ന് കഴിച്ചാലോ പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ മുടി നോക്കണ്ട,
എല്ലാം ഒന്ന് പഠിച്ചു വെക്കട്ടെ. എന്തുമാത്രം അസോസിയേഷൻ കോസേഷൻ തിയറീസ് ആണല്ലേ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കണ്ടുപിടിച്ചതും ഒറ്റയ്ക്ക് അങ്ങ് പ്രൂവ് ചെയ്ത് പാസ്സാക്കിയതും. സയൻസ് ഈസ് സോ സിമ്പിൾ ആസ് ദാറ്റ്. ഇതൊക്കെ പറയാൻ ഇവരാരാ? നാച്ചുറൽ എഡിബിൾസ് എന്ന പേരിൽ ഒരു ഡയറ്റ് കൺസൾട്ടൻസി നടത്തുന്ന, അതിൽ പോലും ഡിഗ്രി ഒന്നും കാണിച്ചിട്ടില്ല. ശരി, എന്നാൽ ഡയറ്റീഷ്യൻ കോഴ്സെങ്കിലും ചെയ്തിട്ടുള്ള ഇവരെങ്ങനെയാണ് മോഡേൺ മെഡിസിനിലെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ പറയാ? അതിനെന്താ യോഗ്യത? ഗൈനക്കോളജി പഠിക്കാതെയാണ് 13 പ്രസവം ഞാൻ മാനേജ് ചെയ്തത്. അയ്യോ, 13 പ്രസവം കണ്ട വ്യക്തിയാണ്. അപ്പൊ ബഹുമാനിക്കണം. ആയിരക്കണക്കിന് പ്രഗ്നന്റ് ലേഡീസിനെ കാണുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഡെലിവറി പ്രോസസ് അറ്റൻഡ് ചെയ്യുകയും കോംപ്ലിക്കേഷൻസ് കാണുകയും ഒക്കെ ചെയ്ത ഗൈനക്കോളജിസ്റ്റിനേക്കാളും ഇവർക്ക് എക്സ്പീരിയൻസ് കൂടുതൽ തന്നെയാണ്. രാവിലെ തൊട്ട് ക്യൂ ഇരുന്നാണ് ഇപ്പോൾ ഒരു ഗർഭിണി ഒരു ആശുപത്രി പോയി ഒരു ഡോക്ടറെ കാണുന്നല്ലേ, എന്നിട്ട് പ്രസവിക്കുന്നുണ്ടോ? ഞാൻ ആലോചിച്ച അതല്ല, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പറയുന്ന തള്ളു കേട്ട് ഈ അവതാരകരെ തലയാട്ടുന്നത്? ഇത് അങ്ങോട്ടൊരു പെയ്ഡ് പോഡ്കാസ്റ്റ് ആണെന്ന് പോലും അറിയാതെ 1 മില്യൺ വ്യൂ അടിച്ച് അവരുടെ രണ്ടുപേരുടെയും ബിസിനസ്സും നടന്നു. കുറെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഇങ്ങനെ ഇൻബോക്സിൽ ശരിയാണോ എന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അവരുടെ കാര്യമോ പോട്ടെ, ഈ അവതാരകരോടാണ് ഒരു യോഗ്യത ഇല്ലാത്ത ആളുകൾ പറയുന്ന കാര്യം വെച്ചിട്ട് സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ്. എനിക്കറിയാവുന്ന കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം ഒരു 15 വർഷമായിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് വരെ IVF ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാൾ ക്യാൻസറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ വന്നത് അറിവിലില്ല എന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞൊരു 15 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷേ ചേച്ചീനെ അന്വേഷിച്ച് പിടിച്ച് വരുന്ന രോഗികൾക്കെല്ലാം ഇതേപോലത്തെ വേറെ ആർക്ക് കേട്ടുകേൾവിയില്ലാത്ത പല പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരാളുടെ രോഗാവസ്ഥയെക്കുറിച്ച് തമാശയായിട്ട് സംസാരിക്കണമെന്നില്ല, അതിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ എനിക്കൊരാഗ്രഹമില്ല. പക്ഷേ ഇവരിങ്ങനെ ഇരുന്ന് ഓരോരോ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേച്ചി പറയണത് മുഴുവൻ നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലല്ലോ, നമ്മൾ കുറച്ച് അന്വേഷിക്കണ്ടേ. ആ ഒരു ഫോൺ കോളിലുടനീളം ചേച്ചി സംസാരിച്ചത് മുഴുവൻ മോഡേൺ മെഡിസിൻ ശരിയല്ല, ഇവിടുത്തെ ഡോക്ടർമാർക്ക് ഒന്നും അറിയില്ല, കഴുത്തറുപ്പും ബിസിനസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പഴയ പാട്ട് തന്നെ പാടുന്നു. ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ചേച്ചി പറഞ്ഞത് 2 ഹോസ്പിറ്റലുകളുടെ കാര്യമാണ്. ഒന്ന് ഒരു ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടുത്തെ നേഴ്സ് തന്നെയാണ് അത്രേ ആ ചേച്ചിയോട് ഈ വിവരം പറഞ്ഞത്. അവിടെ ചികിത്സ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവർ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ. ബാക്കി ആ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നിട്ടും ആ ഹോസ്പിറ്റലിന് മാസം 50 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ട്. അത് കേട്ട് ചേച്ചി അന്തിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞില്ല. എന്നാൽ അടുത്ത ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ അടുത്ത് ചെന്നൊരു പേഷ്യൻ്റാണ്. ഈ പുള്ളിക്കാരിനെ ഒരു ഹോസ്പിറ്റലിൽ അവർ ചെന്ന സമയത്ത് അവർ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്തിട്ട് അവരുടെ ഫൈൻഡിങ് എന്താണെന്ന് ഇവരോട് വാക്കാൽ പറഞ്ഞത്രേ. ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി സ്കാനിങ് റിപ്പോർട്ട് ചോദിച്ചു. സ്കാനിങ് റിപ്പോർട്ട് ചോദിച്ചപ്പോഴാണ് ഈ പേഷ്യൻ്റ് പറയുന്നത് അത് ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു വെച്ചു എന്ന്. അത് വളരെ മോശമല്ലേ? പക്ഷേ ഈ കഥ പറഞ്ഞപ്പോൾ ചേച്ചി ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ 2 ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പത്തടിപ്പാലത്തും പിന്നെ ഒന്ന് ആലപ്പുഴയിലും. കിൻഡർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ചേച്ചി പറയുന്നത് കണ്ണുപൂട്ടി വിശ്വസിക്കുന്നതിന് പകരം ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഒരാൾ അവരുടെ അടുത്ത് ക്ലയൻറ്റായി ചെല്ലുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ ഒരു വിവരം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ വിഷയത്തിന് നോക്കി കാണുകയും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ചേച്ചിയോട് നടത്തിയിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ അവർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നിയമപരമായി അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, ആ ഹോസ്പിറ്റലിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ തേടി വരുന്ന ആയിരക്കണക്കിന് ആളുകളൊക്കെ എന്നെ അന്വേഷിച്ച് വരുന്നതാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകളോടും ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഇത്തരത്തിലുള്ള ധാരണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരെ അവർ നിയമപരമായി നടപടിയെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ 40% മാത്രമാണ് വിജയസാധ്യത. അവർ പറയുന്നത് അവരിതൊക്കെ ക്ലിനിക്കലി ചെയ്യല്ലേ, അവർക്ക് 100% കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഞാൻ 100% ഉറപ്പ് തരും, എൻ്റെ അടുത്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേരുണ്ടായിരിക്കും. കാരണം ഞാനിത് നാച്ചുറലിയാണ് ഒരുക്കുന്നതെന്നാണ് ചേച്ചിയുടെ ഡയലോഗ്. ഒരു ഡോക്ടറും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ ചേച്ചി എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക? പ്രപഞ്ച സത്യങ്ങളായിരിക്കും, അതോ ചേച്ചിയുടെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച ആരും അറിയാത്ത കാര്യങ്ങളൊക്കെയാണോ? എന്താണ് ഒരു ഡോക്ടറിനും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം ചേച്ചി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത്? അതറിയാൻ നമുക്കൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചേച്ചിയെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ക്വസ്റ്റ്യനെയർ വായിച്ച് തന്നെ ആവശ്യത്തിന് ചിരിച്ച് നിർത്തി. ഈ ലോകത്ത് വളരെ കുറച്ച് ഡോക്ടർമാരോട് മാത്രമേ ചേച്ചിക്കൊരു നീരസമുള്ളൂ. നീരസം എന്നല്ല, അവരൊന്നും ചേച്ചി കൂട്ടിയിട്ടില്ല. കാരണം ലോകത്തുള്ള 99% ചേച്ചിയുടെ ക്ലയൻസിൽ 99% ഹെൽത്ത് സെക്ടർ എന്നുള്ള ആളുകളാണല്ലോ. അപ്പോൾ തന്നെ ഒരു വലിയ സെറ്റ് ഓഫ് ഡോക്ടർമാരും നഴ്സുമാരും ചേച്ചിയുടെ അടുത്ത് അടിയറവ് വെച്ച് കഴിഞ്ഞു. പക്ഷേ ചില ഡോക്ടർമാരൊക്കെ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കും, എന്തിൻ്റെ ബേസിലാണ് ഈ സംസാരിക്കുന്നത്? പക്ഷേ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ചില ഡോക്ടർമാരുണ്ട്. അതായത് ഒരു പണിയും ഇല്ലാത്ത റീൽസ് ചെയ്ത് നടക്കുന്ന ചില ഡോക്ടർമാർ. അങ്ങനത്തെ ചില ഡോക്ടർമാർ ചേച്ചി ഈ പറയുന്ന വെളിവേടുകളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർമാർ ചേച്ചിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പണിയില്ലാത്ത ഡോക്ടർമാർ പലതും പറയും. പക്ഷേ ബാക്കിയുള്ള ഡോക്ടർമാർ അത് പറയില്ല. കാരണം എന്താ? ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ക്ലയൻസാണ്. പിടികിട്ടിയോ? ചേച്ചി ജീവിക്കുന്ന ലോകം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സുന്ദരമായിട്ടുള്ള ലോകമാണെന്ന് നോക്കിയാൽ. ഇതിനിടയിൽ ചേച്ചി വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു സംഭവം കൂടിയുണ്ട്. പക്ഷേ ഇപ്പം ഞാനതൊന്നും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പാരലലി
അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രമ്യ ചേച്ചി പറയുന്നത് ചേച്ചി വീണ്ടും ഇവിടെ വരണമെന്നാണ്. ഈ വീഡിയോ കാണുന്നവരുടെ കൈകളിലേക്ക് ഞങ്ങൾ ചേച്ചി അങ്ങ് സമ്മാനിക്കുകയാണ്. ഇതെന്താണ് ഇത്, ജൂനിയർ മാൻഡ്രേക്കോ പ്രതിമേ? ചേച്ചിക്ക് അതിനുള്ള മാജിക്കൽ പവർ ഈശ്വരൻ തന്നിട്ടുണ്ട്. രമ്യേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യരുത്, നേരെ ചേച്ചിയുടെ കൂടെ കൂടുക, ചേച്ചി പറയുന്ന ഡയറ്റ് എടുക്കുക, മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക, പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ചേച്ചി പറയുന്ന ഡയറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ ജീവിച്ചൂടെ? നിങ്ങൾക്ക് ചേച്ചിയുടെ പിൻഗാമി ആയിക്കൂടെ? വെറുതെ നാട്ടുകാരുടെ കയ്യിലേക്ക് ഇത് സമ്മാനമായിട്ട് കൊടുക്കണം. നിങ്ങൾ ആദ്യം 2 കൈ നീട്ടി അതങ്ങോട്ട് സ്വീകരിക്കുക. ഇവരുടെ എല്ലാം സ്ഥിരം പരിപാടി വളരെ സിമ്പിളാണ്. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ക്യാൻസർ വരുത്തിയിട്ട് അതിനെ ചികിത്സിപ്പിച്ച് ആ വഴിയും പണം പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പോരുത്. പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 100% എൻ്റെ കയ്യിൽ റിസൾട്ട് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു മൂപ്പനുണ്ടായിരുന്നു. പുള്ളി ഈ കൊറോണ എന്ന് പറയുന്നതൊക്കെ വെറും കള്ളമാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം കൊറോണ വന്നിട്ടാണ് മരിച്ചത്. എന്തായാലും ബിജി ചേച്ചിയെ ഞങ്ങൾ ഫോൺ ചെയ്തു. ആ ഫോൺ സംഭാഷണത്തിൽ ചേച്ചി നമ്മളോട് ഉടനീളം ഒരു ചേച്ചികളെയായിരുന്നു. ശ്രുതിയാണ് സംസാരിച്ചത്. ശ്രുതി വളരെ സ്വീറ്റായിട്ട് ചേച്ചിയോട് സംസാരിക്കുന്നു. ചേച്ചിയാണെങ്കിൽ ആ സ്വീറ്റ്നെസ് നമുക്ക് 100ക്ക് 110 തിരിച്ച് തന്നുകൊണ്ടിരിക്കുക. മോളെ ചേച്ചിയാണ്, ഞാനാണ് ചേച്ചി എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ കോൺവെർസേഷൻ കേട്ടിരിക്കാൻ തന്നെ ഒരു സുഖം. അതിനുശേഷം വരുന്ന അസുഖം നമ്മൾ എടുക്കാത്തത് കൊണ്ട് നമ്മൾ ആ സുഖത്തിൽ അങ്ങനെ പോയി. ചേച്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റ് 99% ചേച്ചിയുടെ ക്ലയൻസ് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാണ്. ഈ ഡയലോഗ് ചേച്ചി ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിക്കുക. ഇൻ്റർവ്യൂവിൽ പോലെ തന്നെ നമ്മളെ ഫോൺ ചെയ്തപ്പോഴും ചേച്ചി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണ്, ഞാനൊരു ഡോക്ടറല്ല, ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. അതനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന വിനയം വെക്കുമ്പോഴും ഡോക്ടർക്കും വൈദ്യശാസ്ത്രത്തിനും മുകളിലാണ് ഞാൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ചേച്ചിയുടെ ഉദ്ദേശം. ചേച്ചി ചോദിക്കുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഇത്രയും ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കടകൾ? ഒരു മന്തിക്കട, അത് കഴിയുമ്പോൾ തന്നെ അടുത്ത മന്തിക്കട, അത് കഴിയുമ്പോൾ അടുത്ത ഫുഡിൻ്റെ കടകൾ, എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചേച്ചി ആശ്ചര്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചേച്ചി ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ഫുഡ് കൾച്ചറിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റം ഇവിടെ ഉണ്ട്. നമ്മൾ വല്ലപ്പോഴൊക്കെ പുറത്തു പോയി കഴിക്കുക, അതല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുക, അത്യാവശ്യത്തിന് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. ഇത് ഡോക്ടർമാരും പറയുന്നുണ്ട്, നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഹെൽത്ത് എക്സ്പേർട്സും പറയുന്നുണ്ട്. പക്ഷേ ടേസ്റ്റുള്ള ആഹാരങ്ങൾ അവരവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അത് കയറി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് പിടിച്ച് അവിടെ വീണ്ടും വീണ്ടും വരുന്ന ആളുകൾ അത് അവർക്ക് കച്ചവടമാകുന്നു. ചേച്ചി ആശ്ചര്യപ്പെടുമ്പോൾ നമുക്ക് തോന്നും നാട്ടിലുള്ള ഡോക്ടർമാരൊക്കെ മറ്റേ ക്രോസിന് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 3 നേരം മന്തി കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്നുണ്ടെന്ന്. അവരും പറയുന്നത് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെയുള്ള ആഹാരം കുറയ്ക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ സ്വീകരിക്കണമെന്നാണ്. പക്ഷേ ചേച്ചി ഹെൽത്ത് സെക്ടറിനെ ആദ്യം കുറ്റം പറയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണശീലത്തിനെ കുറ്റം പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തോ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ നമ്മളൊരു പ്രീമിയം ഹോട്ടലിൽ കയറിയാലും നമുക്ക് നല്ല ഭക്ഷണം കിട്ടില്ല. നമ്മൾ നല്ല ഭക്ഷണത്തിന് കൂടുതൽ പേ ചെയ്യാൻ തയ്യാറാവില്ല. ഈ ഡയലോഗ് ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ ഡയറ്റ് പ്ലാനിലേക്ക് വരും, ആൻഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കും, അതൊക്കെ നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നതാണ് എന്ന് പറയുന്നൊരു സ്വരം എവിടെയോ വരുന്ന പോലെ എനിക്ക് തോന്നി. നമ്മളെന്തായാലും ചേച്ചിയുടെ പ്ലാനിലേക്ക് അധികം ഡീപ്പ് ഡൈവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഈ കാര്യം ചേച്ചിയുടെ കാര്യം ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ അവസാനം എൻഡ് ചെയ്യുന്നത്, പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നേ, ഒരു ചെയിൻ മാർക്കറ്റിംഗ് ആണ്, ഒരാളെ ചേർക്കുക 2 പേരെ ചേർക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി. ആ പരിപാടിയുടെ ഒരു മീറ്റിങ്ങിന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവർ പറയുന്നത് മുഴുവൻ മറ്റേ മരുന്നുകളെക്കുറിച്ചാണ്. കുതിരയ്ക്ക് കൊടുക്കുന്ന മുതിരയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം ചേർത്തിട്ടുള്ള ഒരു കുപ്പി മരുന്ന്, ഒരു ഡപ്പി മരുന്ന്. ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര എനർജി ഉണ്ടാവും, നമുക്ക് രാവിലെ വളരെ ഹെൽത്തി ആയിട്ട് വയറ്റിൽ നിന്ന് പോകും, പിന്നെ നമ്മൾ ഫുൾ ഓണായിരിക്കും. അങ്ങനത്തെ ഒരു മരുന്നാണിത്. കുതിരയ്ക്കുള്ള മുതിരയിൽ നിന്ന്, അതായത് കുതിരയ്ക്ക് എനർജി കൊടുക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താണെന്ന് പറഞ്ഞ് ഒരാൾ സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ്സൊക്കെ കേട്ട് ഏറ്റവും ഫ്രണ്ടിലിരുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ പുള്ളിയുടെ അടുത്താണ് ഞങ്ങളെല്ലാവരും എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പോയിക്കൊണ്ടിരുന്നത്. പുള്ളി ആ മരുന്ന് വാങ്ങിച്ചോ കഴിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ മുഖം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ബിലീവബിളായിട്ട് മാറി. അവരുടെ എൻറ്റയർ ക്ലാസ്സിൻ്റെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല ഭക്ഷണം ഒന്നും കിട്ടാനില്ല, നല്ല ഭക്ഷണത്തിന് എന്തായാലും നല്ല വിലയുണ്ടാവും, പക്ഷേ ആ വില കൊടുത്താലും നമുക്ക് കിട്ടുന്നത് നല്ലതാണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ആ ഉറപ്പ് തരാൻ പറ്റും. ഞങ്ങളുടെ കയ്യിലുള്ള സാധനമൊക്കെ സൂപ്പർ സാധനമാണ്, സൂപ്പർ ഫുഡ് പോലത്തെ സാധനം. നിങ്ങൾ ഇത് മാത്രം കഴിച്ചാൽ മതി, കുടിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ പയറ് പോലെ നിൽക്കും എന്ന് പറയുന്ന ക്ലാസ്സാണ് അവിടെ നടന്നത്. എനിക്ക് ആ ക്ലാസ്സിൻ്റെ ഒരു ചൊവ എവിടെയോ അടിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ വർത്തമാനത്തിൽ. ഞാൻ എൻ്റെ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ക്ലയൻസിനോട് പറയും അത്ര, നിങ്ങൾ ആരോടും ഒന്നും പോയി പറയേണ്ടതെന്ന്. പക്ഷേ നാളെ ആരെങ്കിലും എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഐ തിങ്ക് യു ക്യാൻ ക്ലാരിഫൈ. യെസ്, വി ക്യാൻ ക്ലാരിഫൈ ആൻഡ് വി ആർ ഡൂയിങ് ദാറ്റ്. ശ്രുതി ബിജി ചേച്ചി വിളിച്ച് സംസാരിച്ചപ്പോൾ ഒരു 30 കഴിഞ്ഞ് നിൽക്കുന്ന
ഒരു 2 പേരാണ്, ഭാര്യയും ഭർത്താവുമാണ്. അപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ കുഞ്ഞുങ്ങളുണ്ടാവാൻ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നു ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഈ IVF ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ ധൃതി കൊണ്ടാണ്, ധൃതി വെച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് പോവേണ്ടി വരുന്നത് എന്നൊരു ഡയലോഗ് കൂടി ചേച്ചി അതിൻ്റെ ഇടയിൽ പറഞ്ഞു. പക്ഷേ ചേച്ചി ഭയങ്കര ബുദ്ധിമതിയാട്ടോ. അതായത് നിങ്ങളൊരു 2 വർഷം കൂടി, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഇപ്പോൾ 34-33 വയസ്സൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 1-2 വർഷം സമയമുണ്ട്. നിങ്ങളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് എടുത്തോ, ബ്ലഡ് ടെസ്റ്റും പിന്നെ കുറച്ച് റിപ്പോർട്ട്സും ഒക്കെ എനിക്കൊന്ന് അയച്ചിട്ടോ, നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം എന്നാണ് ചേച്ചി പറയുന്നത്. ഇപ്പോൾ 2 വർഷം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കാനാണെങ്കിൽ എന്തിനാണ് ഈ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത്? ഇത് തന്നെയല്ലേ ഡോക്ടർമാരും പറയുന്നത്, നിങ്ങൾ വരൂ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കൂ, നമുക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് അസസ് ചെയ്ത് നോക്കാം, ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നല്ലേ ഡോക്ടർമാർ പറയുന്നത്. അത് വേണ്ട, പക്ഷേ ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന പാരലൽ ഡോക്ടർ പരിപാടിയാണ് ചേച്ചി ഇവിടെ പിടിക്കുന്നത്. ചേച്ചിയുടെ ഉദാഹരണം കൃഷിയാവുന്നു. ചേച്ചി ദുബായി പോയ കഥ പറയുന്നു. 2018 പ്രളയത്തിൻ്റെ സമയത്ത് ചേച്ചിക്ക് കൃഷി എന്തോ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ ഒരു നാശം വന്നു, അങ്ങനെ ഒരു പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദുബായിൽ ജോലിക്ക് പോയി, അതിനുശേഷം ഇവിടെ വന്നു. നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ചേച്ചിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഡിസ്കവർ ദി ഇൻസ്പയറിംഗ് ജേർണി ഓഫ് ബിജി അബൂബക്കർ, ദി ഫൗണ്ടർ ഓഫ് നാച്ചുറൽ എഡിബിൾസ്, ഹു ഈസ് റെവല്യൂഷനൈസിങ് ഓർഗാനിക് ഫാമിംഗ് ഫ്രം കേരള. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ചേച്ചിയും അങ്ങനെ ഒരു ഓർഗാനിക് ഫാമിംഗ് കമ്പനിയുടെ ഓണറാണ്. ഫ്രം മാനേജിങ് ഓർഗാനിക് ഫാംസ് ഫോർ ലെജൻഡ്സ് ലൈക്ക് മമ്മൂട്ടി ആൻഡ് ശ്രീനിവാസൻ ടു സപ്ലൈയിങ് റെയർ റൈസ് വെറൈറ്റീസ് ടു സ്റ്റാർസ് ലൈക്സ് നയൻതാര, ജ്യോതിക, കുഞ്ചാക്കോ ബോബൻ, ആൻഡ് ബിജീസ് പാത്ത് ഹാസ് ബീൻ എനിത്തിങ് ബട്ട് ഓർഡിനറി. അതായത് അവരവിടെ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് വുമൺ എന്നുള്ള രീതിയിലാണ്. ഐ മീൻ നമ്മളിത് നോക്കുകയാണെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഓർഗാനിക് ഫാമിംഗ് കമ്പനി ഉണ്ട്, അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. വളരെ റെയർ ആയിട്ടുള്ള അരി വിഭാഗങ്ങളൊക്കെ ഈ നയൻതാരയ്ക്കും കുഞ്ചാക്കോവനും ജ്യോതികയ്ക്കൊക്കെ കൊടുക്കുന്നു. സോ ഇതൊക്കെയാണ് ഇവർ കച്ചവടം ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ഒരു ഓർഗാനിക് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ആ സാധനം പുഷ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സാധാ തക്കാളി വാങ്ങിച്ച് കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഓർഗാനിക് തക്കാളി വാങ്ങിച്ച് കഴിച്ചാലും അതേ രീതി തന്നെയാണെങ്കിൽ ഓർഗാനിക് തക്കാളി എങ്ങനെയാണ് ഇരട്ടി വിലയ്ക്ക് കൊടുക്കാൻ പറ്റുക? അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഭക്ഷണം ശരിയല്ല. ആ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോവേണ്ടി വരുന്നു. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ നമുക്ക് ആവശ്യമില്ലാതെ മരുന്നുകൾ തരുന്നു. നമ്മൾ ഈ മരുന്നൊക്കെ കഴിക്കുന്നതിന് പകരം നല്ല ആഹാരം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. ധൃതി കാരണമാണ് അത്ര IVF ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്, അച്ഛനാവാൻ അമ്മയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തേര പാര അലഞ്ഞ് നടക്കുകയാണ്. അവർക്ക് ധൃതി ഉണ്ടായിട്ടൊന്നുമല്ല, അവർക്ക് കല്യാണം കഴിഞ്ഞ് 1-2 വർഷത്തിന് ഇപ്പുറം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. നാട്ടുകാരുടെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കും ഭയങ്കര ആഗ്രഹമായിട്ട് പലതരത്തിൽ ശ്രമിച്ചു നോക്കി, ഇവർ ഈ പറയുന്ന ഫുഡും സാധനങ്ങളും എല്ലാം നോക്കി, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെ അടുത്ത സ്ഥലത്ത് പോയി, അവിടെയും ഫലിക്കാതെ അടുത്ത സ്ഥലത്ത് പോയി, ഇതേപോലെ കുറേ ഓർഗാനിക്കാരുടെ കയ്യിലേക്കും പോയി, അല്ലെങ്കിൽ നാച്ചുറലായി ജീവിക്കും എന്ന് പറയുന്ന ആൾക്കാർ, മോഹനം വൈദ്യർ ലെവലിലുള്ള വൈദ്യന്മാരുടെ അടുത്ത് പോയി അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഇവർക്ക് ധൃതി ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വല്ലതൊക്കെ എടുത്ത് എറിയും. അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗൊക്കെ പറയുമ്പോൾ ചേച്ചി സൂക്ഷിക്കണം. ചേച്ചി സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഒരു പൊട്ടൻഷ്യൽ ക്ലയൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് നമ്മളോട് സംസാരിച്ചത്. ഇൻ്റർവ്യൂവിൽ പോയിരുന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ് കിട്ടും എന്ന് പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷേ അങ്ങനത്തെ മാനസികാവസ്ഥയിലുള്ള ആളുകളെയാണ് ഇവർ ഈ ചൂഷണം ചെയ്യുന്നത്. ഇതൊന്നും പോരാഞ്ഞ് ബിജി ചേച്ചി ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ്. അതായത് ഫിസിക്കൽ ഹെൽത്ത് തന്നെ അവർ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് പരിശോധിച്ച് ഇങ്ങനെ വേണമെന്ന് ഉപദേശിക്കാനോ ഒന്നും ക്വാളിഫൈഡ് അല്ല. ആ ആളിന് മെൻ്റൽ ഹെൽത്തും കൂടി കൊടുക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് നിങ്ങളിത് വല്ല അറിയണ്ടോ? നിങ്ങളിങ്ങനെ ഉറങ്ങല്ലേ, ഉണർന്ന് വല്ലതൊക്കെ പ്രവർത്തിക്കുക എന്നാണ് പറയാൻ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ സംഭാഷണങ്ങളെല്ലാം അവസാനിപ്പിച്ച് വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെക്ടർ ദി ബെസ്റ്റാണ്, പെർഫെക്റ്റ് ആണ് എന്നൊന്നും എനിക്കും അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്ന രീതി ഈസ് ഗുഡ്. വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ അസുഖത്തിന് വേണ്ടി ചെന്ന അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരുന്ന് ചിലപ്പോൾ 3 മാസം കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരുപാട് കാത്തിരിപ്പിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലവ് വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തിലെ ഹെൽത്ത് സെക്ടറിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ എത്രയും പെട്ടെന്ന് നല്ല ചികിത്സ ലഭ്യമാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുണ്ടെന്ന് പറയുമ്പോഴും ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നകരമായ പാറ്റേൺസും ഇല്ല. എല്ലാം അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നടക്കുന്നു. എല്ലാ ഡോക്ടർമാരും ഭയങ്കര ജനോപകാരപ്രദമായാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. മാത്രമല്ല നമ്മുടെ ഡോക്ടർമാരെയും ഹെൽത്ത് സെക്ടറിൽ
ജോലി ചെയ്യുന്നവരെയൊക്കെ ദൈവങ്ങളായിട്ടും മാലാഖമാരുമായിട്ടും ഒക്കെ ഇങ്ങനെ പൊക്കി വെച്ച് കാണുന്ന ആ പരിപാടിയോടും എനിക്ക് യോജിപ്പില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അവർ ടെക്നീഷ്യൻസ് ആണ്. ഐ മീൻ ടെക്നിക്കലി ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പഠിച്ചിട്ടിരിക്കുന്ന ആളുകളാണ്. അവർ നമുക്കൊരു സർവീസ് തരുന്നു, ഒരു സേവനം തരുന്നു. നമ്മൾ അവരുടെ ക്ലയൻ്റാണ്, അല്ലാതെ അവർ ദൈവവും നമ്മൾ മനുഷ്യരും അല്ല. അവരും മനുഷ്യരാണ്, ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിഫിക്കലി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഈ കച്ചവടക്കാരെ നിങ്ങൾ വിശ്വസിക്കാനും ചെവി കൊടുക്കാനും നിന്ന് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ആദ്യം അവർ 1-2 കാര്യങ്ങൾ സയൻറ്റിഫിക്കലി വളരെ കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ പൊതുധാരണകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് പിന്നെ പൊതുധാരണ മാത്രമേ സാറ്റിസ്ഫൈ ഉള്ളൂ. അതിൽ സയൻറ്റിഫിക് അടിത്തറയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ബിജി ചേച്ചി തന്നെ വാട്സപ്പിൽ അവർ ക്വസ്റ്റനെയർ അയച്ചപ്പോൾ ആ ക്വസ്റ്റനെയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്: ഐ ആം നോട്ട് എ മെഡിക്കൽ ഡോക്ടർ, ഐ ആം എ നാച്ചുറൽ ഹീലിംഗ് പ്രാക്ടീഷണർ വിത്ത് 18 years ഓഫ് എക്സ്പീരിയൻസ്. മൈ ഡയറ്റ് ഗൈഡൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫുഡ് കറക്ഷൻ ആൻഡ് നാച്ചുറൽ ബോഡി ഹീലിംഗ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ ശരീരത്തിന് സ്വന്തമായി ഹീൽ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആവശ്യത്തിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് റെസ്റ്റൊക്കെ എടുക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്താൽ മതി എന്നുള്ളതാണ് ചേച്ചിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനാകാതെ വരുമ്പോൾ, അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹെൽത്ത് സിസ്റ്റം ഉള്ളത്. അതിനെ മറികടക്കുന്ന രീതിയിലാണ് ചേച്ചി ഡയലോഗ് അടിക്കുന്നത്. എഴുതി കൊടുക്കുമ്പോൾ ഇതൊക്കെ കൊടുത്ത് ലീഗലി എല്ലാ പ്രശ്നങ്ങളും സോൾവ് അല്ലേ എന്നൊക്കെ നോക്കും. പക്ഷേ സംസാരിക്കുമ്പോൾ ക്ലയൻസിന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നതൊന്നും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പകരമല്ല. പക്ഷേ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര പ്രശ്നം, ഭയങ്കര മാഫിയ, നല്ല ഡോക്ടർമാരില്ല, നല്ല ചികിത്സയില്ല, ഭയങ്കര പ്രശ്നമൊക്കെയാണ്. പക്ഷെ ഞാൻ ഡോക്ടറൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ ഡയലോഗിൽ അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങളിലും ഇതിനകത്തുള്ള അശാസ്ത്രീയതയും വിവരക്കേടും ലാഭക്കൊതിയും ഒക്കെ വ്യക്തമാണ്. ഇതിൻ്റെ കൂടെയാണ് മെഡിക്കൽ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുക എന്നുള്ളത്. ഞങ്ങൾ സംസാരിച്ച സമയം അത്രയും എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാർ ഇവരൊക്കെ തട്ടിപ്പാണ്. ഈവൻ സർട്ടിഫിക്കറ്റ് ഉള്ള ഡയറ്റീഷ്യൻ വരെ അവരുടെ അടുത്ത് ചെന്നിട്ട് പോലും രക്ഷയില്ല. അതൊരു ഡയറ്റീഷ്യനൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പോലും രക്ഷയില്ലാത്തവരാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനാണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമായിട്ടിരിക്കുന്ന ആൾ. എൻ്റെ വഴിക്ക് വരൂ. പക്ഷേ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ ചേച്ചി അതിൽ പറഞ്ഞ വളരെ രസമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറയും, നിങ്ങൾ എനിക്ക് തരുന്ന പൈസ ഞാൻ തിരിച്ച് തരില്ല, ആവശ്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. പക്ഷേ ഇവിടെ റീഫണ്ട് ഇല്ല എന്ന് പറയുന്ന കാര്യം, അതായത് വർക്കായാലും ഇല്ലെങ്കിൽ റീഫണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചേച്ചി അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ നമുക്കിന്ന് ഉപകാരപ്പെടുന്ന ഒരു സിസ്റ്റം വളരെ കറപ്റ്റഡാണ്, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ എന്ന് പറയുകയും ആ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ മോഡേൺ സയൻസ് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ തട്ടിപ്പായിട്ടാണ് നടക്കുന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കിതിനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. മോഡേൺ സയൻസിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും ചികിത്സാ രീതികളെയും ആളുകളുടെ ഒരു ഹോപ്പാണ് ആശുപത്രികൾ എന്ന് പറയുന്നത്, ഡോക്ടർമാരെന്ന് പറയുന്നത്. ആ ഹോപ്പിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്ന കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി, വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ലൈഫ് നെറ്റ് TV എന്ന് നിങ്ങളോട് പറയാൻ തോന്നുന്നത്. ഇതൊന്നും പോരാഞ്ഞാണ് കിൻഡർ ഹോസ്പിറ്റലിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് പറഞ്ഞു വന്ന ഒരു രോഗി ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, അതായത് സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊന്നും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു ഹോസ്പിറ്റലാണത് എന്ന് പറയുന്ന കാര്യം എവിടുന്നോ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് ഫോൺ കോളിൽ അവരത് പറഞ്ഞത്. അപ്പോൾ അത് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടാവും. സോ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങനെ ഒരു രോഗി പറയുമ്പോൾ അവർ ആ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കണമായിരുന്നു, അങ്ങനെ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്, നിയമപരമായി അത് കൊടുക്കണം എന്നാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിയമപരമായി അത് നേടിയെടുക്കാനുള്ള വഴി ഈ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് അന്വേഷിക്കണം. ഇതിനൊന്നും മെനക്കെടാതെ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കിൻഡർ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ അവരിതിനെ നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അവർ നേരിടുകയോ നേരിടാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള തനിക്ക് നേരിട്ടറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മിസ്ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, തെറ്റിദ്ധാരണ പരത്തുക എന്ന് പറയുന്നത്, എൻ്റെ പൊന്നു ചേച്ചി ഭയങ്കര മോശമാണ്. ക്യാൻസറിന് ചികിത്സിക്കുന്ന ആളുകൾ, IVF ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആളുകൾ, പലതരം ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന ഡോക്ടർമാരെയൊക്കെ തള്ളിപ്പറയുന്ന, അവരുടെ ക്രെഡിബിലിറ്റിയെയും ചികിത്സാ മാർഗ്ഗങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ കൊടുക്കുന്ന വിസിബിലിറ്റി ജനങ്ങളോട് കാണിക്കുന്ന ദ്രോഹമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.